ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. അൻവർ റഷീദിന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനെത്തിയ 2007 അന്നത്തെ വൻ വിജയം നേടിയെടുത്ത ഛോട്ടാ മുംബൈ ഇന്നലെ തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്തിരുന്നല്ലോ. ലിമിറ്റഡ് റിലീസോടെയാണ് എത്തപ്പെട്ടതെങ്കിൽ പോലും ആദ്യം കേരളത്തിലെ തിയേറ്ററുകളിലെ കവിത തിയേറ്റർ മുതൽ അലയടിച്ചു തുടങ്ങിയ ലാലേട്ടൻ സിനിമയുടെ ഒരു തിയേറ്റർ തരംഗം പിന്നെ അങ്ങോട്ട് ബംഗളൂരു, അതോടൊപ്പം തന്നെ വിദേശത്ത് ഗൾഫിലെ ചില തിയേറ്ററുകളിലെല്ലാം തന്നെ അലയടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് വീഡിയോ കണ്ടന്റുകളിലൂടെ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഏത് വീഡിയോ കണ്ടന്റ് എടുത്ത് നോക്കിയാലും തിയേറ്ററുകളിലുള്ളിൽ വലിയൊരു ആവേശം, അതോടൊപ്പം തന്നെ ഒരു പാർട്ടിയെല്ലാം തന്നെ നടക്കുന്നു ഒന്ന് തോന്നിപ്പിക്കുന്ന ലെവൽ ഒരു തരംഗമാണ്. സമീപകാലത്ത് ഒരു മലയാളം സിനിമയുടെ കാര്യത്തിലും കാണാത്ത ലെവൽ തരംഗമാണ് ലാലേട്ടന്റെ ഛോട്ടാ മുംബൈയുടെ കാര്യത്തിൽ നാം കാണുന്നത്. ഇനി കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ലിമിറ്റഡ് റിലീസോടെ എത്തപ്പെട്ടിട്ട് പോലും 37 ലക്ഷം കേരള ഗ്രോസ് കളക്ഷനാണ് ആദ്യ ദിവസം സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. ഗൾഫിൽ 3 ലക്ഷം ഗ്രോസ് നേടിയെടുത്ത സിനിമ അങ്ങനെ കേരള ഗൾഫ് കളക്ഷൻ കൊണ്ട് മാത്രം 40 ലക്ഷം ഗ്രോസ് കളക്ഷനാണ് ലിമിറ്റഡ് റിലീസിലൂടെ ആകെ നേടിയെടുത്തിരിക്കുന്നത്. സ്ഫടികം, മണിച്ചിത്രത്താഴ് തുടങ്ങിയ സിനിമകൾക്ക് ശേഷം കേരളത്തിൽ ആദ്യ ദിവസം ഒരു റീ റിലീസ് സിനിമയുടെ ഏറ്റവും ഉയർന്ന കളക്ഷൻ വരുന്ന സിനിമയായിട്ട് 3ാം സ്ഥാനത്ത് ഇപ്പോഴത്തെ ഛോട്ടാ മുംബൈ ഉണ്ട്. ഒരു പക്ഷേ ക്ലാഷ് റിലീസ് അല്ലാതെ നല്ല റിലീസോടെ സിനിമ എത്തിയിരുന്നെങ്കിൽ ആദ്യ ദിവസം കേരളത്തിൽ മാത്രം 1 കോടി കളക്ഷൻ നേടിയെടുത്തേനെന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇനി 2ാം ദിവസമായി ഇന്നത്തെ ദിവസത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് 2ാം ദിവസം വേറെ ലെവൽ ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് കേരളത്തിൽ നടക്കുന്നത്. കൂടുതൽ ഷോകൾ, സ്ക്രീനുകളെല്ലാം തന്നെ ലഭ്യമായ സിനിമയ്ക്ക് മണിക്കൂർ ടിക്കറ്റ് വിൽപ്പനയാണ് ഇപ്പോൾ കാണുന്നത്. നേരത്തെ 24 മണിക്കൂർ ടിക്കറ്റ് വിൽപ്പനയിൽ 14,000-ഓളം ടിക്കറ്റുകൾ വരെ വിറ്റഴിച്ച സിനിമയ്ക്ക് ഇപ്പോഴത്തെ ഓരോ മണിക്കൂറുകളിൽ കഴിഞ്ഞ ഒരുപാട് മണിക്കൂറുകളിലായിട്ട് 1000-ലധികം ടിക്കറ്റുകൾ മണിക്കൂറിൽ വിറ്റഴിക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു. പുതിയ സിനിമകളെ പോലും മലയാളം സിനിമകളെ പോലും നാണിപ്പിക്കുന്ന ലെവലിലാണ് ഛോട്ടാ മുംബൈയുടെ ബുക്കിംഗ് തരംഗം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഛോട്ടാ മുംബൈ വേറെ ലെവൽ തരംഗത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ഉൾപ്പെട്ടുള്ള കളക്ഷനായിട്ട് കാത്തിരിക്കൂ.